അപ്പൊ നബിയേ എന്ന് ഞങ്ങൾ വിളിക്കുമ്പോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള അമ്പിയായിനെ ഞങ്ങൾ വിളിക്കുമ്പോ അവർക്ക് അല്ലാഹു കൊടുത്ത മുഅ്ജിസത്ത് കൊണ്ട് സഹായിക്കാനാ ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഇവിടെയാണ് എന്റെ സഹോദരന്മാര് മനസ്സിലാക്കേണ്ടത്. മുഅ്ജിസത്തും കറാമത്തുമൊക്കെ അമ്പിയായിനും ഔലിയായിനുമൊക്കെ അല്ലാഹു നമ്മൾ ചോദിക്കുന്ന നേരത്ത്, ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ, അവർ ജീവിച്ചിരിക്കുമ്പോഴാണെങ്കിൽ തന്നെയും നമ്മൾ ചോദിക്കുന്ന നേരത്ത് നമ്മുടെ മുമ്പിൽ കാണിച്ചു തരാൻ കഴിയാവുന്ന അവരുടെ കഴിവിൽപ്പെട്ട കാര്യമാണോ മുഅ്ജിസത്തും കറാമത്തുമൊക്കെ? അങ്ങനെ ആരെങ്കിലും ധരിച്ചു പോയോ എങ്കിൽ തിരുത്തണം സഹോദരന്മാരെ. അമ്പിയായിന് മുഅ്ജിസത്തില്ലെന്നല്ല പറയുന്നത്, ഔലിയായിന് കറാമത്തില്ലെന്നല്ല പറയുന്നത്. നമ്മളൊക്കെ നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും ചെയ്യും പോലെ ഇഷ്ടം പോലെ അത്ഭുതങ്ങൾ കാണിക്കാനും ചോദിക്കുന്നവരുടെ മുമ്പിൽ ചോദിക്കുന്നതൊക്കെ കാണിച്ചു കൊടുക്കാനും കഴിയാവുന്ന നിലക്ക്, അങ്ങാടിയിൽ നിന്ന് മജീഷ്യന്മാര് മാജിക് കാണിക്കുന്നത് പോലെ പഠിച്ചുകൊണ്ട് ഉദ്ദേശിക്കുന്ന നേരത്തൊക്കെയും പ്രകടിപ്പിക്കാൻ കഴിയാവുന്ന ഒരു കഴിവാണ് മുഅ്ജിസത്തെന്നും കറാമത്തുമെന്നുമൊക്കെ ആളുകൾ ധരിച്ചു പോയിട്ടുണ്ട്. അത് നിങ്ങൾ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ നിങ്ങൾ അതിന്റെ കൃത്യമായ വശങ്ങളെ സംബന്ധിച്ച് മനസ്സിലാക്കണം എന്നാണ് എനിക്ക് എന്റെ സഹോദരന്മാരോട് പറയാനുള്ളത്. അമ്പിയാക്കന്മാരോട് ജനങ്ങൾ വന്നുകൊണ്ട് ചോദിച്ചു. ആ കാലത്ത് പ്രവാചകന്മാരുടെ ഓരോ കാലഘട്ടങ്ങളിലെയും ജനങ്ങൾ വന്നുകൊണ്ട് അവരോട് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്തും ജനങ്ങൾ വന്നുകൊണ്ട് ഓരോന്ന് ചോദിച്ചു. എന്ത്? നിനക്ക് അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിവുണ്ടെങ്കിൽ ഇതൊന്ന് കാണട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ട് അവൻ ഉദ്ദേശിച്ച നേരത്ത് ആ വെല്ലുവിളിക്ക് മറുപടി നൽകാൻ രൂപത്തിലുള്ള മുഅ്ജിസത്തുകൾ പ്രവാചകന്മാരിലൂടെ അല്ലാഹു പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതിൽ യാതൊരു സംശയവുമില്ല. മഹാനായ മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള ധാരാളം അമ്പിയാക്കന്മാർക്ക് ഒട്ടേറെ മുഅ്ജിസത്തുകൾ ഉണ്ടായിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് പ്രവാചകന്മാരുടെ മുഅ്ജിസത്തുകൾ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. ഹദീസുകളിൽ ആയിരക്കണക്കിന് കറാമത്തുകളും മുഅ്ജിസത്തുകളും ഒക്കെ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. ഒരൊറ്റ മുഅ്ജിസത്തിനെയും നാം നിഷേധിക്കുന്നവരല്ല, നിഷേധിക്കുകയുമില്ല. പ്രമാണങ്ങൾ കൊണ്ട് സ്ഥിരപ്പെട്ട് കഴിഞ്ഞിട്ടുള്ള ഒരു കറാമത്തിനെയും നാം തള്ളിപ്പറയുന്നവരല്ല, തള്ളിക്കളയുകയുമില്ല. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം. ചിലരിവിടെ പ്രചരിപ്പിക്കുകയാണ് മുഅ്ജിസത്തും കറാമത്തും എന്നൊക്കെ പറഞ്ഞാൽ ഒരു സാധാരണ മനുഷ്യന് അവന്റെ സാധാരണ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും പോലെ അസാധാരണക്കാരായ അമ്പിയായിനും മൗലിയായിനുമൊക്കെ അവരുടേതായ കഴിവുകൾ അവർക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് അങ്ങനെ ചെയ്യാൻ കഴിയും. നിങ്ങൾ എന്നോട് പറയുകയാണെന്ത് മൗലവി ഒന്ന് കൈവക്കൂ എന്ന് പറഞ്ഞാൽ ഞാൻ കൈവക്കുന്നു, എനിക്ക് ഉദ്ദേശിക്കുമ്പോ പൊക്കാമല്ലോ. ഇതെനിക്ക് അല്ലാഹു പണ്ടേ നൽകിയ ഒരു കഴിവാണ്. ആ കഴിവിന്റെ അടിസ്ഥാനത്തിൽ അള്ള പ്രകൃത്യാ നൽകിയിട്ടുള്ള ആ കഴിവിന്റെ മുമ്പിൽ അവൻ തടസ്സങ്ങളൊന്നും വരുത്താത്തിടത്തോളം ഞാൻ ഉദ്ദേശിക്കുമ്പോ എനിക്ക് എന്റെ ഈ കൈവക്കാൻ കഴിയും. ഇതേപോലെ അമ്പിയാക്കളോടൊരു കാര്യം ആവശ്യപ്പെട്ടാൽ അവർക്കത് നിഷ്പ്രയാസം ചെയ്യാൻ കഴിയാവുന്നതാണ്. അവർ ഉദ്ദേശിക്കുമ്പോഴൊക്കെ അത് ചെയ്യാൻ കഴിയും എന്ന ഒരു പ്രചരണം ഇവിടെ നടത്തിയിട്ടുണ്ട്. അതിവിടെ പറഞ്ഞിട്ടുമുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സാധാരണക്കാരായ ആളുകൾക്കും അസാധാരണക്കാരായ ആളുകൾക്കുമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രകൃത്യാ ചില കഴിവുകൾ കൊടുത്തിട്ടുണ്ട്. പ്രകൃത്യാ എല്ലാ ആളുകൾക്കും ചില കഴിവുകളുണ്ട്. ആ കഴിവുകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ദുനിയാവിൽ പലരോടും ഇടപെടുന്നത്, നാം ഒക്കെ ജീവിക്കുന്നത്. നാം ഓരോ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴും നമുക്ക് ഓരോരുത്തർക്കും കിട്ടിയ കഴിവിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ സംസാരിക്കുന്നത്. നാം സഹായം ചോദിക്കുന്നതും അങ്ങനെ തന്നെയാണ്. അതേ അവസരത്തിൽ ഒരു കാലത്തും തനിക്ക് ചെയ്യാൻ കഴിയാത്ത ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയാത്ത ഒട്ടേറെ കാര്യങ്ങളുണ്ട്. മനുഷ്യന് ചെയ്യാൻ കഴിയുന്നവയുമുണ്ട്. അപ്പൊ തെറ്റിദ്ധരിക്കരുത്. മുജാഹിദുകളെ, നിങ്ങൾ കഴിവുകളെ ഉണ്ടാക്കിയോ? മനുഷ്യർക്ക് ചില കഴിവുകളുണ്ട്, അള്ളാഹുവിന് വേറെ കുറെ കഴിവും. എല്ലാ കഴിവും അല്ലാഹു കൊടുത്തത് തന്നെയാണ്. നാം നമുക്ക് ചില കഴിവുകൾ മുമ്പേ കിട്ടിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം അതൊക്കെ നമ്മുടെ സ്വന്തമായ കഴിവാണെന്നല്ല, അള്ളാഹു തന്നെ നൽകിയതാണ്.
അത് എനിക്കോ നിങ്ങൾക്കോ മാത്രമല്ല, ഈ ഭൂമിയിലുള്ള ഓരോ ചരാചരങ്ങൾക്കും അള്ളാഹു അത് കൊടുത്തിട്ടുമുണ്ട്. പ്രകൃത്യാ ചില കഴിവുകൾ ഓരോ ചരാചരങ്ങൾക്കുമുണ്ട്. അതല്ലേ അള്ളാഹു പറയുന്നത്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പരിചയപ്പെടുത്തിയില്ലേ റബ്ബിന്, റബ്ബുനല്ലദീ അഅ്താ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. ഓരോ വസ്തുക്കൾക്കും അതിൻ്റെതായ പ്രകൃതിയെ നൽകിക്കൊണ്ട് അതിന് മുന്നോട്ട് ഗമിക്കാനുള്ള പാത കാണിച്ചു കൊടുത്തവനാകുന്നു അല്ലാഹു. ആ രൂപത്തിലുള്ള കഴിവുകൾ നമുക്കെല്ലാവർക്കുമുണ്ട്. അത് നമുക്ക് യഥേഷ്ടം ഉപയോഗിക്കാൻ കഴിയും. അല്ലാഹു അതിന്റെ മുമ്പിൽ തടസ്സങ്ങളൊന്നും വരുത്തുന്നില്ലെങ്കിൽ അല്ലാഹു നമുക്കത് നൽകിയ കഴിവാണ്. അത് പ്രവാചകന്മാർക്കും അങ്ങനെ തന്നെയാണ്. പക്ഷേ ആ പ്രവാചകന്മാരിലൂടെ അള്ളാഹു ചിലപ്പോൾ ചില അത്ഭുതങ്ങൾ പ്രകടിപ്പിക്കും ജനങ്ങൾ വെല്ലുവിളിക്കുന്ന നേരത്ത്. ആ കാര്യം ചെയ്യുന്നത് അമ്പിയാക്കളാണോ? അല്ല. ആ കാര്യം, ആ അത്ഭുതകരമായ കാര്യം ആ സന്ദർഭത്തിൽ പ്രകടിപ്പിക്കുന്നത് അമ്പിയാക്കന്മാരല്ല. അത് പ്രകടിപ്പിക്കുന്നത് അത് ചെയ്യുന്നത് ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. പിന്നെ എന്താ ഈ ആൾക്ക് ഇതിലൊരു കാര്യമുള്ളത്? ആ പ്രവാചകന്റെ കൈക്കാണത് നടക്കുന്നത്, വേറൊരാളുടെ കൈക്ക് നടക്കുന്നില്ല. നിങ്ങൾ നോക്കൂ ചില ഉദാഹരണങ്ങൾ. മഹാനായ കലീമുല്ലാഹ് മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം ഫറോവയുടെ മുമ്പിലേക്ക്, അതേപോലെ തന്നെ ഇസ്രായേൽ മക്കളുടെ സമീപത്തേക്ക് ഈ ദീനുൽ ഇസ്ലാമിന്റെ സന്ദേശവുമായി ചെന്നപ്പോ മഹാനവറുകൾക്ക് ഒരുപാട് മുഅ്ജിസത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനവറുകളുടെ കൈകളിലൂടെ ഈ ലോകത്ത് പല മുഅ്ജിസത്തുകളും ഉണ്ടായി തീർന്നു എന്നവിടെ സംഭവിച്ചു. എന്താ സംഭവിച്ചത്? നമുക്കൊക്കെ അറിയാം. പ്രധാനപ്പെട്ട ഒന്നാണ്, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കയ്യിലുള്ള വടിയെന്ന് നിലത്തേക്കിടുമ്പോൾ അത് പാമ്പായി മാറുന്നു. മൂസാ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു തആല പറയുന്നു,